നമസ്കാരം. എല്ലാവരും ഇവിടുത്തെ ചികിത്സയെക്കുറിച്ചാണ് ചോദിക്കുന്നത്. അതിന് ഇന്ന് ചികിത്സയുടെ വ്യക്തമായ രീതിയിൽ സംസാരിക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത്. മിക്കവാറുള്ളവരെല്ലാം ഇവിടുത്തെ ചികിത്സയെ കുറിച്ച് പറയാനാണ് പറയുന്നത്, എനിക്ക് ഇത് വിളിച്ച് ചോദിക്കുന്നത്. അതുകൊണ്ട് നമ്മളുടെ ചെയ്യുന്ന ചികിത്സയെക്കുറിച്ചൊന്ന് പറഞ്ഞേക്കാണ് വിചാരിച്ചു. ഞാൻ ഇവിടെ ചെയ്യുന്നതെന്ന് വെച്ചാൽ നരമ്പ് സംബന്ധമായിട്ടും എലുമ്പ് സംബന്ധമായിട്ടുള്ളതാണ്. എന്ന് വെച്ചാൽ ഊടുവ്, ചതവ്, ഉളുക്ക്, തേയ്മാനം, തേയ്മാനമൊക്കെ ഈ ആശുപത്രിയിൽ ഓപ്പറേഷൻ വെച്ചിരിക്കുന്നത് ഓപ്പറേഷൻ ചെയ്യാത്ത രീതിയിൽ നമ്മൾ തേയ്മാനത്തെ മാറ്റാൻ കഴിയും. അത് കണക്ക് ഈ ഷോൾഡർ പെയിന്, ചിലർക്ക് കാലങ്ങളായിട്ടും ഉണ്ടാവും ഈ ഷോൾഡർ പെയിന്, കൈ പൊക്കാൻ പറ്റില്ല, അങ്ങനെയൊക്കെ ഉണ്ടാവും. കാലിൻ്റെ അകത്ത് വേദന, കിളപ്പ്, വേദന കൊണ്ട് എന്ത് വേദനയുണ്ടെങ്കിൽ വേദന കൊണ്ട് വളരെ ബുദ്ധിമുട്ടിക്കുന്നവരുണ്ട്. പിന്നെ കഴുത്ത് തേയ്മാനം കൊണ്ട് ആളുകൾ അങ്ങോട്ടങ്ങോട്ട് തിരിക്കാൻ പറ്റാതെ മറ്റേ ഈ കഴുത്തിലുള്ള വാസനയോടെ ഒരു ഇതും കെട്ടിക്കൊണ്ട് നടക്കാറുണ്ട്. ഇങ്ങനെ ഉള്ളവർക്കൊക്കെ അത് സംബന്ധമായിട്ട് അങ്ങനെയുള്ളവർക്കൊക്കെ നല്ല രീതിയിൽ ഇവിടെ ചികിത്സിച്ച് അത് സുഖപ്പെടുത്താൻ കഴിയും. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇവിടെ എല്ലാവരും വിചാരിക്കുന്നത് ചികിത്സയെന്ന് പറഞ്ഞാൽ എല്ലാവരും ഈ ആൾ കൂട്ടി ചില സ്ഥലങ്ങളിൽ എപ്പോഴും ഈ വരിയിൽ നിർത്തിയിട്ട് ചികിത്സിക്കാനിരിക്കുക ആളുകൾ. പിന്നെ ഈ രോഗികളെ തന്നെ വീഡിയോ എടുത്തുകൊണ്ട് ഈ പോസ്റ്റ് കിട്ടുന്നത്, അങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെ മറ്റുള്ള ഈ ഇന്നത്തെ കാലത്ത് ഈ സോഷ്യൽ മീഡിയയിലൊക്കെ കൂട്ടുന്നതാണത്. അങ്ങനെ പക്ഷെ അത് ശരിക്കും പറഞ്ഞ് അത് അവരുടെ ഒരു രീതിയാണ്, അത് അവർ അങ്ങനെ ചെയ്യുന്നതായിരിക്കും. പക്ഷെ നമ്മളെ സംബന്ധിച്ചോളം അങ്ങനെയുള്ള ചികിത്സ നമ്മൾ ചെയ്യാറില്ല. കാരണം എന്ന് വെച്ചാൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്ത് അത് പൂർണ്ണമായി മാറ്റണമെങ്കിൽ കുറഞ്ഞത് 21 ദിവസം, 41 ദിവസം, 3 മാസമൊക്കെ എടുക്കും ഈ തേയ്മാനങ്ങളൊക്കെ മാറ്റി പൂർണ്ണമായി മാറ്റാനാണ്. എനിക്ക് മനസ്സിലായില്ലേ? വെറുതെ അപ്പോൾ വന്ന ഉടനെ എന്തെങ്കിലും എടുത്ത് തേക്കാൻ എന്താ ഇപ്പം അങ്ങോട്ട് എല്ലാം കൂടെ ശരിയാകുമെന്നും പറഞ്ഞും കൊണ്ടൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. കാരണം നിങ്ങൾക്ക് ശാശ്വതമായ കാര്യമാണ് ഞാൻ പറയുന്നത്. മറ്റുള്ളതെന്ന് പറഞ്ഞാൽ നിങ്ങളെ ഉള്ളതിനെ ഇല്ലാതാക്കി വയ്ക്കും. കാര്യം അപ്പോഴത്തേക്ക് നിങ്ങൾക്ക് ആശ്വാസം തോന്നാം, അത് കഴിഞ്ഞിട്ട് നിങ്ങൾ അനുഭവിക്കാൻ പോകുന്നതേ ഉള്ളായിരിക്കും. കാര്യം അങ്ങനെ ഒരുപാട് പേര് എൻ്റെ അടുത്ത് തന്നെ വീണ്ടും അപ്പോയിൻമെൻ്റ് എടുത്ത് വരണമെന്ന് ഓരോയിടത്തും പോയി ചെന്നിട്ട് അവന്മാർ എവിടെയെങ്കിലുമൊക്കെ പിടിച്ച് തിരികെ വെച്ച് അവസാനം ഉള്ളത് നടക്കാൻ പറ്റാതെ കിടന്ന് ഊപ്പാട് വന്നിട്ട് അവന്മാർക്ക് ഭയങ്കരമായി സപ്പോർട്ട് ചെയ്തവരാണ്. അവസാനം അത് വീഡിയോയിൽ പറയാൻ പറഞ്ഞ് ഞങ്ങൾ പറഞ്ഞ് എനിക്ക് ഇങ്ങനെ സംഭവിച്ചെന്ന് പറഞ്ഞുകൊണ്ട് തിരിച്ചവർ അവസാനം നന്നാക്കാൻ വേണ്ടി എൻ്റെ അടുത്ത് പറഞ്ഞവർ. അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ കാലത്ത് ഉള്ള ചികിത്സകൾ അങ്ങനെ ഇരിക്കുന്നത്. അപ്പം പലരും പല തരത്തിലാണ് ഇതിൽ ചികിത്സിക്കുന്നത്. അവരെ നമ്മൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, അവരെ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. കാര്യം എന്ന് പറഞ്ഞാൽ അവരവരുടെ രീതി, പഠിച്ച രീതി അങ്ങനെയായിരിക്കും. അത് നമുക്കറിയേണ്ട കാര്യമില്ല. പക്ഷെ നമ്മളിവിടെ ചെയ്യുന്നതെന്ന് വെച്ചാൽ ആരെയും കുറ്റപ്പെടുത്തിയോ മറ്റുള്ളവരെ മോശപ്പെടുത്താനോ നമ്മൾ സംസാരിക്കില്ല. ഞാൻ ഇവിടെ ചെയ്യുന്ന രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അടുത്ത് വരുന്നത് കൂടുതൽ VIP മാത്രമാണ്. ശരിക്കും പറഞ്ഞാൽ VIP ഇവിടെ വരുന്നത്. ഇവിടെ വന്ന് ക്യൂ നിർത്താറില്ല ആരെയും. മിക്കവാറും നമുക്ക് സർവത്രയും നമ്മൾ ഇങ്ങനെ ക്യൂ നിർത്തി ഉള്ള ട്രീറ്റ്മെൻറ്റ് ഞാൻ ചെയ്യാറില്ല. ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ അപ്പോയിൻമെൻറ്റ് കൊടുക്കും. നമ്മളടുത്ത് അപ്പോയിൻമെൻറ്റ് എടുത്തിട്ട് അവർക്ക് വേണ്ടി ആ സമയം നീക്കി വെച്ചിരിക്കും. ഞാൻ കൊടുക്കുന്ന സമയം അപ്പോയിൻമെൻറ്റ് കൊടുത്ത് അത് നമ്മളിവിടെ നേരത്തേക്ക് ഞാൻ പൈസ കൊടുക്കാതെ അപ്പോയിൻമെൻറ്റ് കൊടുക്കുമായിരുന്നു. പക്ഷേ അതെല്ലാം ചില ആൾക്കാർ വെറുതെ ഒരു ഫോൺ വിളിച്ചിട്ട് അവരെന്തെങ്കിലും കാണിച്ചിട്ട് പോകും. എനിക്ക് 1 മണിക്കൂറത്തെ സമയം വേസ്റ്റാണ്. അതുകൊണ്ട് ഞാനിപ്പോൾ എന്ത് ചെയ്യും, അപ്പോയിൻമെൻറ്റ് എടുക്കണമെങ്കിൽ 1500 രൂപ അടച്ച് അപ്പോയിൻമെൻറ്റ് എടുക്കേണ്ടി വരും. അത് വന്നില്ലെങ്കിൽ ആ പൈസ കിട്ടിയിട്ടില്ല. നമ്മൾ വന്നില്ലെങ്കിൽ ചികിത്സിച്ചില്ലെങ്കിൽ ആ പൈസ കിട്ടില്ല. പക്ഷേ ചികിത്സയ്ക്ക് ചെയ്യുന്ന സമയത്ത് പാക്കേജ് ചികിത്സ ചെയ്യുകയാണെങ്കിൽ ഈ പൈസ നമ്മൾ കുറച്ചിട്ടാണ് നിങ്ങളുടെ അടുത്ത് നിന്ന് നിങ്ങൾ വാങ്ങുന്നത്. നമ്മൾ പാക്കേജായിട്ടാണ് ഇവിടുത്തെ ട്രീറ്റ്മെൻറ്റ് ഉള്ളത്. ആ പാക്കേജ് നിങ്ങൾ എന്ന് പറഞ്ഞാൽ 21 ദിവസം, 41 ദിവസം, 3 മാസം അങ്ങനെയൊക്കെയുള്ള പാക്കേജാണ്. അത് ചെയ്യാൻ കഴിയുമെങ്കിൽ മാത്രമേ എന്നെ വിളിച്ചിട്ട് കാര്യമുള്ളൂ. അല്ലാതെ നിങ്ങൾ മറ്റുള്ള സ്ഥലങ്ങളെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ട് എന്തെങ്കിലും കാട്ടിക്കൂട്ടുന്ന പരിപാടി നമുക്ക് ഇവിടെ ഇല്ല. ഇവിടെ വരണവരും അങ്ങനെയുള്ളവരാണ് എൻ്റെ അടുത്ത് വരണത്. VIP യിലാണ്, മിക്കവാറും VIP യിൽ തന്നെയാണ്
IAS IPS പിന്നെ ഇങ്ങനെയുള്ള മന്ത്രിമാർ വരെ ഉള്ള അടക്കം അങ്ങനെയുള്ള ആൾക്കാരാണ് നമ്മളടുത്ത് ഒന്ന് ചികിത്സ ചെയ്യുന്നത്. അത് നമ്മൾ ഈ ഓരോരുത്തർക്കും ഓരോ സമയം കൊടുക്കും. ആ സമയത്ത് മാത്രം വന്നാൽ ആ സമയം അവർക്ക് വേണ്ടിയായിരിക്കും. നമ്മൾ ഇപ്പം സമയം മാറ്റുമ്പോൾ അവർക്ക് വേണ്ടിയാണ് ആ സമയം ഇട്ടേക്കുന്നത്. ആ സമയത്ത് അവർ വന്ന് ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ട് അവർ മാത്രമേ കാണുള്ളൂ, വേറെ ആളിന് ഞാൻ കൊടുക്കില്ല. ഒരാളിന് ഒരു അപ്പോയിൻമെൻറ്റ് ഞാൻ 1 മണിക്കൂറത്തേക്ക് ഒരാളിന് അപ്പോയിൻമെൻറ്റ് കൊടുക്കും. ആ അപ്പോയിൻമെൻറ്റ് ഒരാളിനെ തന്നെയാണ് നോക്കേണ്ടത്. അങ്ങനെ നോക്കിയിട്ട് പിന്നെ ഇത് ഞാൻ പറയണതെന്ന് വെച്ചാൽ മറ്റേ വന്ന് അത് ഒരു 10 മിനിറ്റിനകത്ത് നമ്മൾ ആദ്യം കാണുന്നതിനാണ്. അതിനാണ് ഈ 1500 രൂപ അടച്ച് നിങ്ങൾ ഇത് ചെയ്യേണ്ടത്. കാണുന്നതിനാണ്, കണ്ട് സംസാരിക്കണമെന്ന് മാത്രമാണ്. അത് നിങ്ങൾ പരിശോധിച്ച് ചെയ്യുന്നതെന്ന് ഇത് പിന്നെ പറയുന്നതെന്ന് മാത്രമാണ് ഈ 1500 രൂപ അടച്ച് ഫീസ് അടച്ച് വരേണ്ടത്. മറ്റേതെന്ന് പറഞ്ഞാൽ പാക്കേജ് എടുത്തവർക്കാണ്. പാക്കേജ് എടുക്കുന്നവർ നമ്മൾ പറയും ഇന്നത് ഇത്ര സമയം മുതൽ ഇത്ര സമയം വരെ പിന്നെ നിങ്ങൾക്കാണെന്ന് പറയും. എന്ന് പറഞ്ഞാൽ 1 മണിക്കൂറാണ് ഒരു രോഗിക്ക് ചികിത്സ നമ്മൾ പിന്നെ ചെയ്യുന്നത്. ആ 1 മണിക്കൂറും വേറെ ആളിന് നമ്മൾ കാത്തിരിക്കാൻ സമ്മതിക്കില്ല. ഇവർ വരിക, ചികിത്സിക്കുക, പോവുക. അടുത്ത ഇവർ പോയതിന് ശേഷം അടുത്ത ആളെ ഞാൻ വിളിക്കുള്ളൂ. എന്ന് പറഞ്ഞാൽ നേരത്തെ അങ്ങനെയാണ് ഞാൻ അപ്പോയിൻമെൻറ്റ് കൊടുക്കുന്നത്. അല്ലാതെ ഇവിടെ വന്ന് കാത്തു കെട്ടിയിരുന്ന് ചികിത്സിക്കുന്ന രീതി നമ്മളെ വൈദ്യശാലയിലില്ല. ദയവ് ഇത് പിന്നെ അങ്ങനെ ചുമ്മാ അറിഞ്ഞുകൂടാതെ ആളുകൾ മറ്റേ ഈ ഇന്നത്തെ കാലത്ത് ഈ സോഷ്യൽ മീഡിയ ഉള്ളതുകൊണ്ട് എല്ലായിടത്തും ഈ പിന്നെ പരസ്യങ്ങളേ ഉള്ളൂ. അപ്പോൾ ഈ അവിടെയൊക്കെ ചെന്ന് ഈ വരി നിൽക്കും പോലെ ആളുകൾ എൻ്റെ അടുത്ത് ചോദിക്കാതെ എന്ന് പറഞ്ഞാൽ അപ്പോയിൻമെൻറ്റ് എടുക്കാതെയൊക്കെ ആളുകൾ വന്നു കഴിഞ്ഞാൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇവിടെ വരണവരെ ഞാൻ വന്നു കഴിഞ്ഞാൽ ഞാൻ നോക്കാനും പറ്റില്ല. ആ സമയത്ത് എനിക്ക് വേറെ കാര്യങ്ങളുണ്ടാകും. ഒന്ന് ട്രീറ്റ്മെൻറ്റിൻ്റെ ആയിരിക്കും, അതല്ലെങ്കിൽ മരുന്നുണ്ടാക്കാൻ പോകും. ഞാൻ ഒരാളാണ് ഇതെല്ലാം ചെയ്തു വരുന്നത്. അതേസമയം ഏറ്റവും കൂടുതൽ ഞാൻ മരുന്നാണ് പ്രധാനമായിട്ട് എടുത്ത് അതിൻ്റെ ചെയ്യേണ്ടത്. ആ സമയങ്ങളിൽ ആ മരുന്നെടുക്കാനായിട്ട് അങ്ങ് പോകും. അപ്പോൾ എന്നെ കിട്ടില്ല. ഇതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ പിന്നെ ഇതിലെ നമ്പർ ഞാൻ പറയുന്ന വീഡിയോയിൽ നമ്പറൊക്കെ തരാം. ഇതിൽ വിളിച്ച് അപ്പോയിൻമെൻറ്റ് എടുക്കുക. അപ്പോയിൻമെൻറ്റ് എടുത്തതിന് ശേഷം വരിക. നിങ്ങൾ മാത്രമേ കാണുള്ളൂ, വേറെ ആർക്കും ഞാൻ അപ്പോയിൻമെൻറ്റ് കൊടുക്കില്ല. ആ സമയത്ത് ഞാൻ ഇവിടെ വന്ന് ആരെയും കാത്തിരുത്തി നമ്മൾ ഈ പിന്നെ അങ്ങനത്തെ ഉള്ള ചികിത്സയിലൊന്നും നമ്മൾ ചെയ്യാറില്ല. സാരിയെന്ന് വെച്ചാൽ അത് ചെയ്താൽ നിങ്ങൾക്ക് ഗുണമുണ്ടാവില്ല. അതൊക്കെ ആ സമയത്ത് ഉള്ള ഒരു എന്താ പറയുന്നത്, അത് ഒരു ഇതാണ്. അവർ ആ സമയത്തുള്ള ഒരു റിസൾട്ടേ കിട്ടുള്ളൂ. പൂർണ്ണമായി മാറത്തില്ല അങ്ങനെയുള്ള ചികിത്സയിൽ ചെയ്ത്. അങ്ങനെ പെട്ടെന്നൊന്നും നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നമ്മൾ വിധിപ്രകാരം ചെയ്യുന്നതാണ്. ഈ വിധിപ്രകാരം ചെയ്യണമെങ്കിൽ നല്ല പൈസ ചിലവുണ്ടാവും. ആ പൈസയും ചിലവുണ്ട്. അതനുസരിച്ച് പിന്നെ ഈ പറയുന്ന 1 മണിക്കൂറാണ് ഒരാളിന് ചികിത്സിക്കുന്നത്. ആ ചികിത്സ സമയത്ത് ആരെയും മറ്റുള്ളവരെ ഞാൻ അനുവദിക്കില്ല. ഈ ശല്യപ്പെടുത്താൻ സമ്മതിക്കില്ല. എന്നെയും ആരും വിളിക്കാൻ പറ്റില്ല. ആ രീതിയിലാണ് അതിൻ്റെ കണക്ക്. പിന്നെ എന്നെ വിളിച്ച് അപ്പോയിൻമെൻറ്റ് എടുക്കണം എന്നുള്ളവർ പിന്നെ രാത്രി പിന്നെ 8 മണി മുതൽ 9 മണിക്കകത്ത് നിങ്ങൾ വിളിച്ച് അപ്പോയിൻമെൻറ്റ് എടുക്കാം. ആ സമയത്ത് നിങ്ങൾ വിളിച്ചാലും കിട്ടത്തുള്ളൂ. ഞാൻ കാര്യം അല്ലാത്ത സമയത്ത് ഇത്തിരി തിരക്കുള്ള സമയങ്ങളായിരിക്കും എന്നെ വിളിച്ചാൽ ഇത്തിരി നിങ്ങളടുത്ത് കാര്യം പറയാനുള്ള ഇത് കാണില്ല. കാരണം എന്ന് വെച്ചാൽ നമ്മൾ മറ്റുള്ള ജോലിയിലിരിക്കുന്ന സമയത്ത് ദയവ് ഇത് ഈ വിളിക്കുന്നവർ 8 മണി മുതൽ 9 മണിക്കകത്ത് വിളിക്കുക, വൈകുന്നേരം. ആ സമയത്താണ് ഞാൻ ഈ കസ്റ്റമറുകൾ വിളിക്കുന്നവരെ എടുക്കാനായിട്ട് നമ്മൾ ഇത് സമയമുള്ളത്. ആ സമയത്ത് നിങ്ങൾ വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ കൃത്യമായിട്ട് എടുക്കും. ഞാൻ കാര്യം എന്ന് പറഞ്ഞാൽ ആ സമയത്ത് എനിക്ക് വെച്ചിട്ട് പുലി കിട്ടും. നമ്മൾ മറ്റുള്ള ജോലികളെല്ലാം നിർത്തി വരും. അപ്പോൾ നമുക്ക് ശ്രദ്ധ ഉള്ള രീതിയിൽ നമ്മൾ നോക്കണ്ട. നമ്മൾ ഈ കോളിൽ നിങ്ങളടുത്ത് സംസാരിച്ചാൽ മതിയാവും. ആ രീതിയിലാണ് നമ്മൾ ക്രമീകരണം. അതുകൊണ്ട് വിളിച്ച് അപ്പോയിൻമെൻറ്റ് എടുക്കുന്നവർ വൈകുന്നേരം വൈകുന്നേരം എന്ന് പറയുന്നത് 8 മണി മുതൽ 9 മണി വരെ രാത്രി. ആ സമയത്ത് നിങ്ങൾ വിളിച്ച് ബുക്ക് ചെയ്യാൻ. 9 മണിക്ക് കൂടുതലായി പോകരുത് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് പിന്നെ വീണ്ടും നമുക്ക് ഈ ഫോൺ എടുക്കാൻ കഴിയാതാവും. നമ്മൾ തിരക്കുള്ള ആളുകളാണ്, തിരക്ക് ഉണ്ടാവും. മാന്യമായിട്ടുള്ള ഇത് ചെയ്യുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾ ഈ ബുക്കിംഗ് എടുത്തിട്ട് ആ ബുക്കിങ്ങിനനുസരിച്ച് മാത്രമേ ഞാൻ ഇവിടെ നമ്മൾ ട്രീറ്റ്മെൻറ്റിന് എടുക്കുകയുള്ളൂ. ചുമ്മാ ആവശ്യമില്ലാതെ കുറേ ആൾക്കാരെ വിളിച്ച് വരുത്തി എന്തെങ്കിലും കൊടുത്ത് കുറേ ചുമ്മാ എങ്കിലും പൈസ വാങ്ങിച്ച് വയ്ക്കുന്നത് എനിക്ക് ഇഷ്ടമില്ല. നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അതെനിക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ്. എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർക്ക്, അതായത് ഈ നമ്മൾ പോയി തല്ലി നിന്ന് മരുന്ന് വാങ്ങിച്ചാൽ അത് ആ
കൊടുക്കുന്നവനക്ക് നേട്ടമാണ്, അല്ല നമുക്കല്ല. ഈ ചികിത്സിക്കുന്ന ഈ പിന്നെ ആളുകൾക്ക്, ഈ പറയുന്ന രോഗികൾക്ക് നേട്ടമൊന്നും കാണില്ല. അതെന്ന് പറഞ്ഞാൽ മിക്കവാറും ഉള്ളത് കെമിക്കലുകളായിരിക്കും. പിന്നെ 90% ആൾക്കാരും ഈ കൂട്ടം കൂട്ടുന്ന ആളുകളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ആളുകളെ ചുമ്മാ കൂട്ടി വെച്ചിട്ട് ഈ ലേല വിളിക്കും പോലെ ഉള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. അതെന്ന് പറഞ്ഞാൽ അത്രയ്ക്കും തിരക്കുകയാണ്. അത്രയും ആൾക്കാരെ നിർത്തി വെച്ച് അവരെ ബുദ്ധിമുട്ടിച്ച് എന്തെങ്കിലുമൊക്കെ എടുത്ത് കൊടുക്കും. മരുന്നെന്ന് പറഞ്ഞിട്ടാണ് കൊടുക്കുന്നത്. അത് അപ്പോഴത്തെ ആശ്വാസം കിട്ടും നിങ്ങൾക്ക്. ഈ പറഞ്ഞാൽ അങ്ങനെ അപ്പോഴത്തെ ആശ്വാസം കിട്ടും. പക്ഷേ നിങ്ങളെ രോഗം പൂർണ്ണമായി മാറുന്നില്ല. കാരണം എന്താണെന്ന് അറിയാമോ? നിങ്ങളെ രോഗം എന്താണെന്ന് കണ്ടുപിടിക്കണം. ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ രോഗം എങ്ങനെ വന്നു, അത് എന്ത് ചെയ്താൽ അത് മാറും, അതിനുള്ള നാടി നോക്കി അതിനെ പരിശോധിച്ചാണ് നമ്മളതിൻ്റെ ഇത് ചെയ്യുന്നത്. നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഈ നോക്കുന്നതിനല്ല ഞങ്ങൾ പൈസ വാങ്ങിക്കുന്നത്. നിങ്ങൾ പറയുന്ന സമയം കൃത്യമായിട്ട് വന്നില്ലെങ്കിൽ ആ പൈസ കിട്ടില്ല. കാരണം എന്ന് വെച്ചാൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ 10 മിനിറ്റത്തെ സമയം നിങ്ങൾക്ക് ഈ കൺസൾട്ടിങ് സമയം കിട്ടും. ഈ 10 മിനിറ്റത്തെ സമയം വേറെ ഒരാളിനെ നമുക്ക് പിന്നെ വിളിച്ച് വരുത്തി ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഒരു സമയം ഇപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ആ സമയം 10 മിനിറ്റ് ഇട്ടൊക്കെയാണ്. ആ 10 മിനിറ്റ് വേസ്റ്റ് ആവാതിരിക്കാൻ വേണ്ടിയാണ് ഈ 10 രൂപ, ഈ പിന്നെ 1500 രൂപ നമ്മൾ ഫീസ് വാങ്ങിയിട്ട് അപ്പോയിൻമെൻറ്റ് എടുക്കുന്നത്. അത് നിങ്ങൾ ഓൺലൈനിൽ അയച്ചു തന്ന പിന്നെ അപ്പോയിൻമെൻറ്റ് എടുക്കാൻ പറ്റും. അതിന് ഇവിടെ വന്ന് നിങ്ങൾ അപ്പോയിൻമെൻറ്റ് എടുക്കണമില്ല. അത് നിങ്ങൾ വേണമെങ്കിൽ പിന്നെ ഓൺലൈനിൽ ബുക്ക് ചെയ്ത് അപ്പോയിൻമെൻറ്റ് എടുത്തിട്ട് വരാൻ പറ്റും. അപ്പോൾ നമ്മൾ പറയുന്ന സമയത്ത് ആ സമയത്ത് നിങ്ങൾ മാത്രമേ കാണുള്ളൂ. അതും ഈ വന്ന് കാത്തിരേറ്റി ഇരിക്കാൻ സമ്മതിക്കില്ല ഞാൻ. നിങ്ങളെ ഒരു സമയം കൊടുത്തു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് വേണ്ടിയായിരിക്കും. ആ സമയത്ത് കൃത്യമായി നിങ്ങൾ വന്ന് ഇവിടെ പിന്നെ നോക്കിയിട്ട് പോകണം. നോക്കി അതിൻ്റെ ഇത് ചെയ്യണം. നിങ്ങൾ സമയം തെറ്റിക്കരുത്. തെറ്റിച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ പൈസ തിരികെ തരില്ല. അടുത്ത സമയത്തിന് അടുത്ത പൈസ നിങ്ങൾ ചാർജ് ചെയ്യേണ്ടി വരും. ഇപ്പോൾ നിങ്ങൾക്ക് 10 മിനിറ്റ് തരാം. ആ 10 മിനിറ്റിനകത്ത് നിങ്ങൾ വന്നില്ലെങ്കിൽ ഈ പൈസ ഞാൻ തിരികെ തരികയില്ല. വീണ്ടും നമ്മൾ എന്നെ കൺസൾട്ട് ചെയ്യണമെങ്കിൽ വീണ്ടും പൈസ നിങ്ങൾ അടയ്ക്കേണ്ടി വരും. അടച്ചാലേ നമുക്ക് ഇത് ചെയ്യുള്ളൂ. കാരണം അതും കൂടെ ഞാൻ പറഞ്ഞു കഴിക്കാം. നമ്മൾ തരുന്ന സമയം കൃത്യമാണ്. അത് സമയത്ത് നിങ്ങൾ മുന്നേ പിന്നെ വന്ന് നമ്മൾ എന്ന് പറഞ്ഞ് ഇവിടെ വന്ന് കാത്തിരിക്കേണ്ട കാര്യമില്ല. ആ സമയത്ത് കറക്റ്റാಗಿ വന്നിട്ട് പോവുക, അത്രയേ ഉള്ളൂ. അതാണ് നമ്മൾ പറയുന്നത്. നിങ്ങൾക്ക് എന്താണോ നിങ്ങൾക്ക് ആവശ്യം ആ സമയം നിങ്ങൾ ചെയ്യുക. അല്ലാതെ ഇവിടെ വന്ന് കാത്തു കെട്ടിയിരിക്കുന്നത് എനിക്ക് ഇഷ്ടമില്ലല്ലോ. ഒന്ന്. രണ്ടാമത് ഞാൻ ഇവിടെ വരുന്നത് പിന്നെ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടില്ലാതെ എല്ലാ VIP-യിലാണ്. അവരാണ് ഇവിടെ കൂടുതൽ വരുന്നത്. അവർ വന്നു കഴിഞ്ഞാൽ അവരുടെ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞാൽ അവർ പോകും. ഈ പറഞ്ഞ കണക്കിന് ഈ ലോക്കൽ പരസ്യങ്ങളൊക്കെ മറ്റേ ഈ തിരുമണവരെ എടുത്ത് ഒന്ന് വിളിച്ച് നമ്മളടുത്ത് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നവരെ വിളിച്ചൊന്ന് പിന്നെ വീഡിയോ എടുത്ത് കുറേ പബ്ലിസിറ്റി ചെയ്യുന്നത് മറ്റേ ആൾക്കാരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ചെയ്യുന്നത് അങ്ങനെയുള്ള പരിപാടിയൊന്നും ഇവിടെ ഇല്ല. ഞാനങ്ങനെ ചെയ്യില്ല. കാരണം എന്ന് വെച്ചാൽ എന്നെ വിശ്വസിച്ച് വരുന്ന രോഗികളാണ്. അവരെ ഞാനൊരു ഷോർട്ട് വീഡിയോ എടുത്ത് പബ്ലിസിറ്റി ചെയ്യില്ല. അതാവാൻ നമുക്ക് ചെയ്യണമെങ്കിൽ വേറെ ഇതിന് വേണ്ടി പൈസ കൊടുത്ത് വേറെ ഒരുത്തന്നെ കിടത്തിയിട്ട് നമ്മൾ ചെയ്യാനേ പറ്റുള്ളൂ. അല്ലാതെ ഈ രോഗിയെ ഞാൻ പിന്നെ ഇതുവരെ പുറത്ത് ഇതുപോലെ വീഡിയോ എടുത്ത് ഇട്ടിട്ടില്ല. എനിക്കത് ഇടുന്നത് ഇഷ്ടമേ ഇല്ല. കാരണം അവരുടെ അടുത്ത് എൻ്റെ അടുത്ത് പറഞ്ഞാൽ ഒന്നാമത് ഹൈ ലെവൽ പേശുകളാണ്. അത്രയും പിന്നെ ഈ VIP-യിലാണ് വരുന്നത്. അവരെ പോയി നമ്മൾ ഫോട്ടോ ഒന്നും എടുത്ത് ഒന്നും ഈ ആളുകളെ ബോധ്യപ്പെടുത്താനായിട്ട് ഇട്ടുകൊണ്ട് നടക്കണം നോക്കില്ല. അങ്ങനെയുള്ള ചികിത്സയല്ല ഞാൻ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ വരണവരെന്ത് ചെയ്യണം, അപ്പോയിൻമെൻറ്റ് എടുക്കാതെ നിങ്ങൾ വരേണ്ട. അപ്പോയിൻമെൻറ്റ് എടുത്ത് ആ സമയത്ത് വരിക. നിങ്ങൾക്ക് ആ സമയത്ത് ഞാൻ അവിടെ ഉണ്ടാവും. ഞാൻ പറയുന്ന സമയം കൃത്യമായിട്ട് നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. ചികിത്സയുടെ രീതി എന്ന് പറയുന്നത് ഈ പറയണത് കഴുത്ത് വേദന, കൈ വേദന, ഇങ്ങനെ കൈയിൽ ചിലത് പൊക്കാൻ പറ്റില്ല, ഭയങ്കര വേദനയായിരിക്കും. പിന്നെ ഇങ്ങനെയുള്ള സംഭവങ്ങൾ. പിന്നെ ഈ കുറുക്ക് വേദന, കുറുക്കിൻ്റെ അകത്തിനുള്ള എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകും. പിന്നെ നട്ടലിൻ്റെ വേദന, നട്ടൽ വേദനയ്ക്ക് പിന്നെ ഉള്ള ഈ അസ്ഥി തേയ്മാനം, നട്ടലിൻ്റെ അകത്ത് തേയ്മാനം, പിന്നെ സുഷുമ്നാ നാഡിക്ക് കംപ്ലൈൻ്റ് ഉണ്ടെങ്കിലും ജീവിപ്പിക്കാൻ കഴിയും, എളിച്ച് നടത്തിക്കാൻ പറ്റും. അത് നമ്മളെ ചികിത്സയിൽ അത് കഴിയും. അങ്ങനെയുള്ള ഈ ആശുപത്രിയിൽ ഓപ്പറേഷന് വേണ്ടി വെച്ചിരിക്കുന്ന ആൾക്കാർ മാത്രം ഇങ്ങനെ നിങ്ങൾ വന്നാൽ മതിയാകും. അല്ലാതെ നിങ്ങൾ സാധാരണ രീതിയിൽ പിന്നെ അവിടെ ഇവിടെ നോക്കി പിന്നെ തീർക്കേണ്ടത് അവിടെ അടുത്ത ആശുപത്രിയിൽ തന്നെ കാണിച്ചത് നമുക്ക് മാറ്റാൻ പറ്റും. അത് നിസ്സാരമായ കേസുകളിലൊന്നും ഇവിടെ വന്നിട്ട് കാര്യമില്ല. ഇവിടെ വരേണ്ട ആവശ്യമില്ല. കാര്യം നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിരിക്കും. നിസ്സാര കാര്യങ്ങൾ അടുത്ത് തന്നെ നിങ്ങൾ ചെയ്യുക. ഇത്രയും നിങ്ങൾ ഓപ്പറേഷന് വേണ്ടി വെച്ചിരിക്കണം. അപ്പോൾ ഓപ്പറേഷൻ ചെയ്യാൻ താല്പര്യമില്ലാത്തവർ, ഓപ്പറേഷൻ ചെയ്യുന്നവരങ്ങ് ചെയ്ത് കുഴപ്പമില്ല. ഓപ്പറേഷൻ ചെയ്യാൻ താല്പര്യമില്ലാത്തവർ പിന്നെ ഓപ്പറേഷൻ ചെയ്യാതെ ഈ രോഗം മാറ്റണം എന്നുള്ള ആൾക്കാർക്ക് മാത്രം നമ്മളിവിടെ ചെയ്തു കൊടുക്കുന്നത്.
മനസ്സിലായില്ലേ? അല്ലാതെ സാധാരണ ഒരു വീഴുന്ന് ഇത്തിരി നീര് വന്ന് അതൊക്കെ അപ്പോഴും ആശുപത്രി കാണിക്കണം. അത് എക്സ്റേ എടുക്കണം. എക്സ്റേ എടുക്കാതെ ഇവിടെ ഞാൻ വന്നാൽ നോക്കൂല. എക്സ്റേ സ്കാനിങ് പിന്നെ MRI ഇതൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ മാത്രമേ ഞാൻ നോക്കി അതിന് എന്തിനാണ് വേണ്ടതെന്ന് ചെയ്യും. അതുപോലെ വരുമ്പോഴത്തേക്ക് ഈ MRI സ്കാനിങ് എടുത്തതിലുണ്ടെങ്കിൽ കൊണ്ടുവന്നാൽ അത് നല്ലതാണ്. MRI എക്സ്റേ ഇങ്ങനെയുള്ള സംഭവങ്ങൾ കൊണ്ടുവന്നാൽ അത് നല്ലതാണ്. എടുത്തിട്ടുണ്ടെങ്കിൽ അത് കൊണ്ടുവന്ന് കാണിക്കുക. അത് എനിക്ക് അത് കണ്ട് കുറച്ചുകൂടെ നമുക്ക് ക്ലാരിഫൈ എടുത്ത് നമ്മൾ അത് ചെയ്യും. അത് പേടിക്കേണ്ട, നമ്മൾക്ക് കൂടുതൽ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള കേസുകൾ നിങ്ങൾ ഉണ്ടെങ്കിൽ മാത്രം എന്നെ വിളിച്ച് അപ്പോയിൻമെൻ്റ് എടുത്ത് വരാം. അല്ലാതെ ഈ കുറേ പേർ ചുമ്മാ ഇവിടെ വരുന്നുണ്ട്. വരുന്നവർക്ക് പാവം എന്നെ കാണാൻ പറ്റില്ല. അവരത് വെളിയിൽ നിന്നിട്ട് പോകാനേ ഒക്കുള്ളൂ. വേറെ ആരും ഇവിടെ കാണില്ല. ഞാൻ ഈ സമയത്ത് ആ പറയുന്ന ആളിനെ മാത്രമുള്ള ചികിത്സയായിരിക്കും അവിടെ ചെയ്യും. അല്ലാതെ പിന്നെ ആരെയും കാത്തിരിക്കുന്നതിൻ്റെ വരത്തിയില്ല. നിർത്തി ഓരോരുത്തരെയും കൊണ്ടുവന്ന് ഒരാൾ ചികിത്സിക്കുമ്പോൾ ഒരാളിനെ വെയിറ്റ് ചെയ്യിപ്പിക്കണം, ആ പരിപാടിയില്ല. ഇവിടെ കൂടിപ്പോയ ഒരു 10-15 മിനിറ്റ്, അതിന് കൂടുതൽ ഒരിക്കലും ഒരാളിനെ ഇവിടെ ഇരുത്തിക്കില്ല. എനിക്കത് ഇഷ്ടവുമില്ല. ഒന്ന്. രണ്ടാമത് ഈ VIP-യിലാണ് വരുന്നവർ. അവർ കറക്റ്റ് സമയത്ത് എല്ലാവരും അങ്ങനെയാണ്. അവരൊക്കെയെന്ന് പറഞ്ഞാൽ പഞ്ച്വാലിറ്റി ഉള്ളവരാണ്. അവരൊക്കെയെന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് അവർ ആ സമയത്ത് വരുന്നു, ആ സമയത്ത് പോകുന്നു. അങ്ങനെയുള്ള ആളുകളെ ഇവിടെ വരണുള്ളൂ. അല്ലാതെ ഈ പറഞ്ഞതിനൊക്കെ ഏതെങ്കിലും സമയത്ത് കയറി ഒന്ന് നമ്മൾ വൈദ്യശാലയിൽ വന്നാൽ നമ്മൾ കിട്ടില്ല, അത് നമ്മൾ ചികിത്സിക്കാൻ പറ്റില്ല. അപ്പം ഇങ്ങനെയുള്ള ആളുകൾ വന്നാൽ ഈ പ്രശ്നങ്ങൾ കംപ്ലീറ്റും നമ്മൾ തീർത്ത് തരാം. പിന്നെ നരമ്പ് സംബന്ധമായിട്ടെന്ന് പറഞ്ഞാൽ തലയിൽ വല്ല തട്ടുമുട്ട് കൊണ്ടുകൊണ്ട് കേടുണ്ട് ഉണ്ടാകുന്നത്. പിന്നെ ഈ പറഞ്ഞതിനൊക്കെ അതും ഇതുപോലെ കൈ വെക്കാൻ പറ്റില്ല, കാല് വെക്കാൻ പറ്റില്ല. ഈ എന്തൊക്കെ പ്രശ്നങ്ങളാണ്, നരമ്പിന് എന്തൊക്കെ കംപ്ലൈൻ്റ് ഉണ്ടോ അത് ഈ പറഞ്ഞതിനൊക്കെ ഓപ്പറേഷൻ ചെയ്യാതെ തന്നെ നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് മാറ്റാൻ പറ്റും. അതിനും നമ്മളെ ചികിത്സ ഉണ്ട്. അതിനെക്കുറിച്ച് നിങ്ങൾ പേടിക്കേണ്ട. അല്ലെ, എല്ലാത്തിനും ചികിത്സ കൃത്യമായിട്ട് നമ്മൾ ചികിത്സയായിട്ട് ചെയ്താണ് മാറ്റുന്നത്. അല്ലാതെ ഇതിൽ നിന്ന് വന്ന ഉടനെ അത് മാറ്റാൻ പറ്റില്ല. കാര്യം നമുക്കിത് കാലപ്പഴക്കങ്ങൾ എടുക്കും. ചിലർക്ക് 21 ദിവസം കൊണ്ട് 21 ദിവസം കൊണ്ടത് ആദ്യത്തെ ഒരു പാക്കേജാണ്. 21 ദിവസം കൊണ്ട് ചെയ്ത് തീരും. ചിലർക്ക് 41 ദിവസം ആവും. ചില ആൾക്കാർക്ക് പിന്നെ 3 മാസം കൊണ്ട് അതിന് മാറ്റാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ വിധിപ്രകാരം നമ്മൾ ചെയ്യുന്നതാണ്. അത് കുറേശ്ശെ എന്ന് പറഞ്ഞാൽ വന്ന ഉടനെ എടുത്തിട്ട് എന്തെങ്കിലും വേറെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവർ അവസാനം എന്തെങ്കിലും സംഭവിച്ചു പോകും. നമ്മൾ എങ്ങനെയാണ് അത് ചികിത്സിക്കണം, അതിനെ പതുക്കെ അത് എന്തൊരു സാധനം വന്നാലും ഈ പറഞ്ഞാലങ്ങനെ ഒരു ചെടിയെ ഒരു പരുവ വരെ ഒടിക്കാൻ പറ്റും, വളയ്ക്കാൻ പറ്റും. ഒരു ചെടി അല്ലെങ്കിൽ അത് ഒരു മരമായിരിക്കട്ടെ, ഒരു പരിധിയിലല്ലേ അത് വളയ്ക്കാൻ പറ്റുള്ളൂ. ഒരു കൊമ്പ് നമ്മൾ വളയ്ക്കണമെങ്കിൽ ഒരു പരിധി വരെ വളച്ചെടുക്കാൻ പറ്റുള്ളൂ. കൂടുതൽ വളഞ്ഞാൽ പൊട്ടിപ്പോവും, ഒടിച്ച് കഴിക്ക് വരും. അപ്പോൾ അത് കണക്കാണ് ഈ രോഗങ്ങൾ എന്ന് പറയുമ്പോൾ പതുക്കെ അതിൻ്റെ ആ രീതി, അതായത് നമ്മൾ ഇങ്ങനെ കുറേശ്ശെ അല്ല ഒരു 4-5 ദിവസം കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് അറിയാൻ പറ്റും. കാര്യം അങ്ങനെയാണ് അതിൻ്റെ കണക്ക്. ഓരോ ദിവസവും ചെയ്യുമ്പോൾ ഓരോ മാറ്റങ്ങളുണ്ടാകും. അങ്ങനെ കുറേശ്ശെ ചെയ്ത് നമ്മൾ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഒരാഴ്ചത്തേക്ക് ഈ വന്നിട്ട് രോഗം മാറ്റണം എന്ന് പറഞ്ഞാൽ ഒരു കാരണവശാലും നടക്കില്ല. അത് ഇപ്പം എനിക്ക് വേണ്ടി നിങ്ങൾ ആരും വരണ്ട. ഞാൻ നിങ്ങളെ പൈസ വാങ്ങിക്കുന്നത് എന്തിനാണ്? നിങ്ങളെ സുഖപ്പെടുത്താനാണ്. നിങ്ങൾക്ക് മനസ്സിലായില്ലേ? പിന്നെ അതിൽ ഈ 5 ദിവസം ഇപ്പോൾ ഒരാഴ്ച ചിലർക്ക് അങ്ങനെ ഒരു ധാരണയുണ്ട്, ഒരാഴ്ച നമുക്ക് ചെയ്താൽ മതിയാവും. അത് അവരാണ് തീരുമാനിക്കുന്നത്. അങ്ങനെ ഒരാഴ്ച ചെയ്യുന്നത് എന്തിനാണ്? നിങ്ങൾ വേറെ ആശുപത്രിയിൽ പോയിക്കോളി. ഇവിടെ ഒരാഴ്ചത്തെ ട്രീറ്റ്മെൻറ്റ് ഇല്ല. ഇത് ചികിത്സ മാത്രമേ ഉള്ളൂ ഇവിടെ. സുഖചികിത്സ ഇവിടെ ഇല്ല. സുഖചികിത്സയെന്ന് പറഞ്ഞാൽ ആരും ഇവിടെ വരണ്ട. എനിക്കൊരു രോഗവുമില്ല, ചുമ്മാ ഒന്ന് തിരുമണം ഒരാഴ്ചത്തേക്ക് എന്നൊക്കെ പറയുവാറ് ചില ആൾക്കാർ പറയും. അതിൻ്റെ ആവശ്യമേ ഇല്ല. രോഗമില്ലെങ്കിൽ പിന്നെ എന്തിനാണ് തിരുമണത്? അതിൻ്റെ ആവശ്യം തോന്നും. എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിലല്ലേ നമ്മൾ തിരുമേണ്ടത്. അപ്പോൾ ഈ രോഗമുള്ളവർക്ക് മാത്രം അത് ഈ പാക്കേജിനനുസരിച്ച് മാത്രമേ ഇവിടെ ചികിത്സ ഉള്ളൂ. അതല്ലാതെ വന്ന് പിന്നെ 3 ദിവസം 4 ദിവസം 5 ദിവസമൊക്കെ ചെയ്തിട്ട് എൻ്റെ രോഗം മാറണമെന്ന് പറഞ്ഞാൽ രോഗമൊന്നും മാറത്തില്ല. അങ്ങനെ അസുഖമുള്ളവർക്ക് അങ്ങനെ ചെയ്തിട്ട് കാര്യമൊന്നുമില്ല. അത് അപ്പോഴത്തേക്കും ഒരു ആശ്വാസം കിട്ടും. എന്തെങ്കിലും അവർക്ക് അപ്പോഴത്തേക്ക് എന്തെങ്കിലും കഴിക്കണം, മരുന്നിൽ സകലം പിടിച്ച് കഴിക്കാം. അത് കഴിഞ്ഞാൽ വീണ്ടും അടുത്ത ആശുപത്രിക്ക് അവർക്ക് പോകേണ്ടി വരും. കാര്യം അതൊക്കെ ചെയ്യുന്നവരെന്ന് പറഞ്ഞാൽ അവരുടെ നേട്ടത്തിന് വേണ്ടി. ഇപ്പോൾ ആൾക്കാർക്ക് കൂടുതൽ പൈസ ചികിത്സിക്കാൻ പറ്റില്ല, അവർക്ക് കൂടുതൽ സമയം കിട്ടില്ല. അങ്ങനെ ഇപ്പോൾ എല്ലാവർക്കും വീട്ടിൽ നിന്ന് വെളിയിലിറങ്ങാതെ ചികിത്സിക്കണമെന്നാണ് അവരുടെ ധാരണ ഇന്നത്തെ കാലത്ത്.
അങ്ങനെയാണ് ഓരോരുത്തരും ഓൺലൈനിൽ മരുന്ന് വാങ്ങിച്ച് കഴിക്കുന്നത്. ഓൺലൈനിൽ മരുന്ന് ദയവ് ചെയ്ത് ഞാൻ എല്ലാ വീഡിയോയിലും പറഞ്ഞു നിൽക്കുകയാണ്, ഓൺലൈനിൽ മരുന്ന് വാങ്ങിച്ച് കഴിക്കുന്നത് അതൊക്കെ നിങ്ങൾക്ക് വളരെ ദോഷം ഉണ്ടാകും. വളരെ ദോഷം എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് ഒരു മരുന്നെന്ന് പറയുന്നത് ഡോക്ടറെ കണ്ട് നിർദ്ദേശപ്രകാരം വാങ്ങിക്കുന്നതേ ആ മരുന്നിൻ്റെ അളവ് കിട്ടുള്ളൂ. കാരണം എന്ന് വെച്ചാൽ ഒരു മനുഷ്യൻ എല്ലാവർക്കും ഒരുപോലെ ആരോഗ്യമല്ല. 10 പേരെന്താ 10 പേര് 10 രീതിയിലാണ് ഉള്ളവരാണ്. നിങ്ങൾ 10 ആരോഗ്യത്തിലാണ് വരുന്നത്. അവർ പല പല സൈസിലായിരിക്കും. അപ്പോൾ അവരുടെ ആരോഗ്യങ്ങൾ ആ രീതിയിലാണ്. അപ്പോൾ 10 പേർക്ക് 10 രീതിയിലാണ് അളവ് കൊടുക്കേണ്ടത്. അളവ് മരുന്ന് കൊടുക്കുന്നത് എല്ലാവർക്കും ഒരു അളവ് കൊടുത്ത് നമുക്ക് അത് ചികിത്സയായാലും അളവായാലും എല്ലാം ഒന്ന് തന്നെയാണ്. അതുപോലെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ അളവ് എന്ന് പറയുന്നത് കൃത്യമായിട്ട് നമ്മൾ കണ്ടാൽ ഇവർക്ക് എത്ര മില്ലി, ഇപ്പോൾ 5 മില്ലിയോ 10 മില്ലിയോ അല്ലെങ്കിൽ 100 മില്ലിയോ അല്ലെങ്കിൽ 200 മില്ലിയോ എന്നുള്ളത് കണക്ക് നമ്മൾ കണ്ടാൽ മാത്രമേ, ഈ രോഗിക്ക് കണ്ടാൽ മാത്രമേ നമ്മൾ ഇവരെ കണ്ട് എത്ര മില്ലി കൊടുത്താൽ ഇവർ ശരിയാകും. അപ്പോൾ ആ കണക്കിനെ കൊടുക്കാൻ പറ്റുള്ളൂ. അല്ലാതെ നോർമൽ മരുന്ന് വാങ്ങിച്ച് കഴിക്കും. എല്ലാവരും ഒരു കോമ്പം പാക്കേജായിട്ട് കൊടുക്കും. അവർ പറയുന്നത് പറഞ്ഞാൽ ഇത്ര വയസ്സ് മുതൽ ഇത്ര വയസ്സ് വരെ കഴിക്കാനാണ്. ഈ വയസ്സിലൊന്നും കാര്യമില്ല. നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അവർ പറയണത് ഒരു 12 വയസ്സ് കഴിച്ചാൽ പിന്നെ ബാക്കിയുള്ളവർക്കെല്ലാം വലിയ ആൾക്കാർക്ക് കൊടുക്കാൻ മരുന്നുകളാണ് അവർ കൊടുക്കുന്നത്. ഒരു കോമൺ ആയിട്ട് ഒരു മരുന്ന് ഉണ്ടാക്കും. ഒരു കോമൺ ആയിട്ടാണ് അവർ ഒരു പാക്കേജ് ഉണ്ടാക്കി കൊടുക്കുന്നത്. അങ്ങനെ കോമൺ ആയിട്ട് ഉണ്ടാക്കുന്ന മരുന്ന് ഒരു കാരണവശാലും കഴിക്കരുത്. കാരണം നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം മറ്റുള്ളവർ കഴിക്കില്ല, മറ്റുള്ളവർ കഴിക്കുന്ന ഭക്ഷണം നിങ്ങൾക്ക് കഴിക്കാൻ പറ്റില്ല. ഒരേ പ്രായമായിരിക്കും. നിങ്ങളെ ആരോഗ്യമല്ല അവരെ ആരോഗ്യം. അവരുടെ ശരീരമല്ല നിങ്ങളുടെ ശരീരം. ഓരോരുത്തർക്കും ഓരോ കപ്പാസിറ്റി ഉണ്ട്. ആ കപ്പാസിറ്റി അനുസരിച്ചാണ് മരുന്ന് കൊടുക്കേണ്ടത്. അതുകൊണ്ടാണ് നമ്മൾ നേരിട്ട് വന്ന് കണ്ട് കൺസൾട്ടിങ് ചെയ്ത് മരുന്ന് കഴിക്കണമെന്ന് പറയുന്നത്. നിങ്ങൾക്ക് മനസ്സിലായി? അല്ലാതെ നിങ്ങൾ വേറെ ഒന്ന് വാങ്ങിച്ച് കഴിച്ചിട്ട് നിങ്ങൾക്ക് ഏതൊരു പ്രയോജനം, അതുകൊണ്ട് നിങ്ങൾ ദോഷമേ ഉണ്ടാവുള്ളൂ. ഇപ്പോൾ എനിക്ക് എത്രയോ രോഗികൾക്ക് പാവം മരണപ്പെടാനുള്ളവരെ ഞാൻ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. കാര്യം ഈ മരുന്ന് കഴിക്കുന്നത് മരിച്ചു വരെ പോകാൻ സാധ്യതയുണ്ട്. അതിപ്പോൾ ഒരു സംഭവം കൂടെ ഉണ്ടായി. ഓൺലൈനിൽ നിന്ന് മരുന്ന് വാങ്ങിച്ചു കൊടുത്തു. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഇപ്പം ഈ ഫോൺ തുറന്നു കഴിഞ്ഞാൽ ഈ ഓൺലൈനിൽ മരുന്ന് വിൽപ്പനയേ ഉള്ളൂ. ഈ മരുന്ന് വിൽപ്പനയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? അവരങ്ങ് വിറ്റിട്ട് ഇവർ പറയുന്ന രോഗം നിങ്ങൾക്ക് കുറയും. ഇപ്പോൾ ഒരു മരുന്ന് തരണമെങ്കിൽ ആ രോഗം കുറയും. പക്ഷേ ആ രോഗം വേറെ ഒരു രോഗം വന്നുകൊണ്ടിരിക്കും. ഇപ്പോൾ ഈ ഉദാഹരണം ഞാൻ പറയുകയാണ്. ഇപ്പോൾ ഈ ആന്മക്കുറവ് എന്ന് പറഞ്ഞുകൊണ്ടാണ് മരുന്ന് ഈ ഓൺലൈനിലിരുന്ന് വരുത്തി വാങ്ങുന്നത്. ഒരു കാരണവശാലും അങ്ങനെയുള്ള മരുന്നുകൾ വാങ്ങിച്ച് കഴിക്കുന്നതിനാണ് ഞാൻ നിർദ്ദേശിക്കുന്നത്. കാരണം എന്താണെന്ന് അറിയാമോ? ഈ ആന്മക്കുറവ് എന്ന് പറഞ്ഞാൽ പല കാരണം കൊണ്ടാണ് നിങ്ങൾക്ക് വരുന്നത്. നിങ്ങളുടെ എന്ത് ഗ്രന്ഥിക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളത് കണ്ടുപിടിച്ച് അതനുസരിച്ച് ചികിത്സിച്ച് സുഖപ്പെടുത്താൻ മാത്രമേ അതിൻ്റെ റിക്കവറി കറക്റ്റായിട്ട് നിങ്ങൾക്ക് കിട്ടാത്തുള്ളൂ. ഞാൻ അങ്ങനെയുള്ള ചികിത്സയൊന്നും ചെയ്യാറില്ല. അത് വേറൊരു സത്യം. എനിക്കിങ്ങനെയുള്ള ഇതിനൊന്നും മെനക്കെടാൻ സമയമില്ല. ഇവിടെ രോഗികൾ ഓരോ ദിവസവും മരണവേദന എടുക്കുന്ന ഒരു രോഗിയെ രക്ഷപ്പെടുത്തുന്നതാണ് എൻ്റെ ജോലി. അല്ല ഇതിന് വേണ്ടി ഉള്ള മരുന്നുണ്ടാക്കി കൊടുക്കുകയോ ഇതിന് ചികിത്സയും ഞാൻ ചെയ്യാറില്ല. അത് ചെയ്യുന്ന എനിക്കത് ഒരു ഇതായിട്ട് തോന്നുന്നില്ല. പക്ഷേ മറ്റുള്ളവർക്കൊക്കെ അത് വലിയ കാര്യമായിട്ടാണ് തോന്നുന്നത്. അത് എനിക്കതൊരു വലിയ ഇതായിട്ടൊന്നും തോന്നുന്നില്ല. അതൊരു അസുഖമല്ല എന്നാണ് ഞാൻ പറയുന്നത്. അങ്ങനെ എന്തെങ്കിലും ഒരു ഗ്രന്ഥിയിലുള്ള കംപ്ലൈൻറ്റ് കൊണ്ടുണ്ടാകുന്ന ഒരു രോഗമാണ് അങ്ങനെ ഈ ആന്മക്കുറവ് വരുന്നത്. അതിനെ നിങ്ങൾ ഈ മരുന്നെന്ന് പറയുന്നത് നമ്മളെ നാഡി നരമ്പുകളെല്ലാം അത് കഴിക്കുന്നവർക്ക് കൂടുതൽ വരുന്നത് അറ്റാക്കാണ്. നിങ്ങൾ അറിയില്ല. നിങ്ങൾക്ക് ഇത് ഭയങ്കര ഈ മരുന്ന് കഴിക്കുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര റിസൾട്ടായിരിക്കും. ഇവന്മാർ പറയുമ്പോൾ റിസൾട്ട് ഉണ്ടാകും. അത് കഴിഞ്ഞ് അപ്പോഴത്തേക്ക് ആ നിമിഷത്തേക്ക്. പക്ഷെ അത് കഴിഞ്ഞ് നിങ്ങൾക്ക് വരുന്നത് അറ്റാക്കായിരിക്കും. കാരണം എന്ന് വെച്ചാൽ ഈ സർവ്വ നാഡി നരമ്പ് നമ്മളെ നാഡി നരമ്പ് സർവ്വത്തെയും ഇലയാണ് ഈ മരുന്ന് ഇലക്കി കളയാണ്. ആ ഇലയ്ക്ക് വരുന്നത് നിങ്ങൾക്ക് തലച്ചോറിലാണ് പിടിക്കുന്നത്. തലച്ചോറിൽ പിടിച്ചു കഴിഞ്ഞാൽ എന്താ സംഭവിക്കും? അറ്റാക്ക് സംഭവിക്കും. നമ്മളെ ബ്രെയിനിൽ പോയി ബാധിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഈ പറഞ്ഞ അതാണ് ഇപ്പോൾ കൂടുതൽ ആൾക്കാർക്ക് സ്ട്രോക്ക് വരുന്നത്. ഈ സ്റ്റോക്കിൻ്റെ കാരണം ഇത്രയും സ്റ്റോക്ക് പണ്ടൊക്കെ നമുക്ക് സ്റ്റോക്ക് എന്ന് പറയുന്നത് വലിയതൊന്നുമില്ല. ഇപ്പോൾ ഇത്രയും സ്റ്റോക്ക് വരാൻ കാരണം ഇതാണ്. ഇത് നിങ്ങൾ വാങ്ങിച്ച് കഴിക്കുന്ന മരുന്ന്
ചില ഈ ഓരോ ശരീരത്തിനനുസരിച്ചാണ് ഈ കോമണായുള്ള മരുന്നായി അവരെ വിൽക്കുമല്ലോ. ഈ വിൽക്കുന്നവർ നമ്മൾ കുറ്റം പറയുന്നില്ല. അവന്മാർക്ക് പൈസ, അവർക്ക് എങ്ങനെയെങ്കിലും പൈസ കിട്ടിയാൽ മതി, നിങ്ങളെ പൈസ കിട്ടിയാൽ മതി. അല്ലാതെ പിന്നെ അവനക്ക് നിങ്ങളെ രക്ഷിക്കാനുള്ള ഉദ്ദേശമല്ല ഈ വിൽക്കുന്നവർ ചെയ്യുന്നത്. അങ്ങനെ ചെയ്യണമെങ്കിൽ നിങ്ങൾ ഒരു ഡോക്ടറെ കണ്ട്, അതിന് ഇത്രയേ ഡോക്ടർമാരുണ്ട്, അതിന് വേണ്ടി ഡോക്ടർമാരുകളുണ്ടല്ലോ, അവരെ പോയി കാണുക, കണ്ട് അവരുടെ നിർദ്ദേശപ്രകാരം മരുന്ന് കഴിക്കുക. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ശരീരത്തിൻ്റെ അളവനുസരിച്ച് അവർ തരും. ഐ ഡോസ് ഒന്നും കൊടുക്കില്ല. ഇത് ഐ ഡോസ് മരുന്നായിരിക്കും നിങ്ങൾക്ക് തരണത്. നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അപ്പോൾ അത് അത്രയ്ക്ക് നിങ്ങൾക്ക് വലിയ ദോഷമാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് നിങ്ങളൊരു കാര്യം ചെയ്യുക, ഈ ചികിത്സിക്കാൻ വരുന്നവർ വളരെ ശ്രദ്ധിക്ക്. നമ്മളെ ഇവിടെ ഉള്ള രീതിയിൽ എങ്ങനെയാണ്, ഈ ഓൺലൈനിൽ മരുന്ന് കഴിക്കുന്നവർ വളരെ ശ്രദ്ധിച്ച് നിങ്ങൾ മരുന്ന് വാങ്ങിച്ച് കഴിക്കുക. മരുന്ന് വാങ്ങിച്ച് ഓൺലൈനിൽ മരുന്ന് വാങ്ങിച്ച് കഴിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ദോഷമേ ഉണ്ടാവുള്ളൂ, നന്മ ഉണ്ടാവില്ല. ഒരു കാരണവശാലും. കാര്യം അവർക്ക് ബിസിനസ്സാണ് വേണ്ടത്, അവർ ബിസിനസ് ചെയ്യുന്നു. പക്ഷെ നിങ്ങൾക്കതല്ല. നിങ്ങൾക്ക് അവർ ഹെവി ഡോസായിരിക്കും തരുന്നത്, നിങ്ങൾക്ക് ശരീരത്തിൽ നിങ്ങൾക്ക് പറ്റില്ല. ഇതുകൊണ്ട് വരുന്നത് സ്റ്റോക്കായിരിക്കും വരുന്നത്. സ്റ്റോക്കാണ് ഈ ഇങ്ങനെയുള്ള സംഭവങ്ങൾ പെട്ടെന്ന് സ്റ്റോക്ക് വരാനാണ് ഇതാണ് ഇപ്പം ഈ ആളുകൾക്ക്, മൊത്തം ആളുകൾക്ക് സ്റ്റോക്ക് വരുന്നതിൻ്റെ കാരണം. കാര്യം ഇവർക്കൊക്കെ അറിഞ്ഞുകൂടാതെ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ച് കഴിക്കും. വാങ്ങിച്ച് കഴിച്ച് ഞാൻ ഇവിടെ എൻ്റെ സ്റ്റോക്ക് വന്നിട്ട് ഇവിടെ വന്ന രോഗികളെടുത്ത് ഞാൻ പരിശോധിച്ചിട്ടതിന് ശേഷമാണ് ഇത് ഞാൻ പറയുന്നത്. അവരൊക്കെ ഈ മരുന്നുകൾ കഴിച്ച ആളുകളാണ് സ്റ്റോക്ക് വന്നതിന് കാരണക്കാരൻ. നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അപ്പോൾ സ്റ്റോക്ക് വരുന്നതിൻ്റെ യഥാർത്ഥ കാര്യങ്ങൾ നിങ്ങൾ ഈ ഓൺലൈനിൽ ഇങ്ങനെയുള്ള മരുന്നുകൾ വാങ്ങിച്ച് കഴിക്കുന്നത്, ഈ നാഡി പൊങ്ങലിന് പറഞ്ഞു, പിന്നെ എന്തേരാണ് ഈ പറഞ്ഞതിനൊക്കെ ലൈംഗിക സംബന്ധമായിട്ടുള്ള മരുന്ന്, ആ മരുന്ന് ഈ മരുന്ന് മറ്റേ ഈ അതിനൊക്കെ അല്ലാതെ മറ്റേ പിന്നെ ഷുഗറിൻ്റെ മരുന്ന്, അത് ഇതിനൊക്കെ ഇഷ്ടം പോലെ ഇവിടെ ഓൺലൈനിൽ മരുന്ന് വയ്ക്കുന്നുണ്ട്. പക്ഷേ ഈ മരുന്നുകളൊക്കെ വാങ്ങിച്ച് കഴിച്ചാൽ ഇതായിരിക്കും സ്ഥിതി. കാരണം എന്ന് വെച്ചാൽ അവർക്ക് ഒരു കോമൺ ആയിട്ടുള്ള അളവേ തരാൻ പറ്റുള്ളൂ. നിങ്ങൾക്കിന് വേണ്ടി മാത്രം പിന്നെ നിങ്ങൾ അത് നേരിട്ട് ഡോക്ടറുടെ അടുത്ത് പോയാൽ മാത്രമേ അവർ നിങ്ങളെ അളവിനനുസരിച്ച് മരുന്ന് തരുള്ളൂ. അപ്പോൾ കോമൺ ആയിട്ടുള്ള മരുന്ന് കഴിക്കണം, നിങ്ങളുടെ ശരീരത്തിനനുസരിച്ചുള്ള അളവിനുള്ള മരുന്ന് കഴിക്കണം, രണ്ട് വ്യത്യാസമാണ്. നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അതുകൊണ്ട് നിങ്ങൾക്ക് ഡോക്ടറെ കണ്ട് അതിനുള്ള അനുസരിച്ച് മരുന്ന് വാങ്ങിച്ച് കഴിക്കുക. ദയവ് ചെയ്ത് ഞാനിത് എൻ്റെ ഇവിടെ വരുന്ന രോഗികളിലിരുന്ന് ഞാൻ മനസ്സിലാക്കിയത് കൊണ്ടാണ് ഞാൻ ഇത് പറയുന്നത്. നിങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ പറയുന്നത്, അല്ലാതെ മറ്റുള്ളവർക്ക് വേണ്ടിയല്ല. ഇതുകൊണ്ട് പിന്നെ നിങ്ങളത് വളരെ ശ്രദ്ധിച്ച് നോക്കുക. നമ്മൾ അടുത്ത വീഡിയോയിൽ നമുക്ക് ഇത് ബാക്കിയുള്ളത് പറയാം. നന്ദി, നമസ്കാരം.